നമസ്കാരം പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഓരോരുത്തരും ഓരോ യാത്രക്കാരും അനുഭവിക്കുന്ന ഒരു പ്രശ്നം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. നമ്മൾ ഓരോ യാത്രക്കാരും സ്വകാര്യ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നം, എത്രയോ കാലങ്ങളായി നമ്മൾ അനുഭവിക്കുന്ന ഈ പ്രശ്നം ഇന്നും യാതൊരു പരിഹാരവുമില്ലാതെ തുടരുകയാണ് എന്നുള്ളതാണ്. സ്വകാര്യ ബസ്സുകൾ തമ്മിലുള്ള മത്സരയോട്ടം എന്നുള്ളത് ഇപ്പോൾ സാധാരണയായിരിക്കുന്നു യാത്രക്കാർക്കിടയിൽ, അല്ലേ? നമ്മൾ ആർക്കും ഇതിൽ യാതൊരു പങ്കുമില്ല എന്നാണ് എപ്പോഴും പറയുന്നത്. നമ്മളിതെല്ലാം കണ്ട് കാഴ്ചക്കാരായി ബസ്സിൽ അങ്ങനെ ഇരിക്കും. എത്രയോ പ്രാവശ്യം നമ്മളൊക്കെ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ പോലും വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കുന്നു. എന്തുകൊണ്ടാണ്? ഇവർ നിയമപാലകരുമായി അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുമായി കൃത്യമായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള അതിൽ ഇവർ തമ്മിലുള്ള ഒരു ലോബി കളിക്കുന്നത് കൊണ്ട് തന്നെയാണ്. തീർച്ചയായിട്ടും സ്വകാര്യ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ മത്സരയോട്ടം ഒരുപാട് ഭയപ്പെടുത്തുന്ന ഒരു വിഷയം തന്നെയാണ്. മത്സരയോട്ടം മാത്രമല്ല, ഇവർ തമ്മിലുള്ള തെറിവിളികൾ, രൂക്ഷമായ ചീത്ത പറച്ചിലുകൾ, റോഡിനെ നടുവിൽ കയറ്റി നിർത്തിയിട്ടുള്ള പരസ്പരം പോർവിളികൾ, ഇതെല്ലാം യാത്രക്കാരൻ്റെ എത്രയോ നഷ്ടമാണ്, എത്രയോ സമയമാണ് അപഹരിക്കുന്നത്. എത്രയോ സമയം യാത്രക്കാർ ഒന്നും മിണ്ടാനാകാതെ നിശബ്ദരായി ബസ്സിലിരിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിരിക്കുന്നു. നമ്മൾ ഇന്നും അനുഭവിക്കുന്ന ഒരു വലിയ ഇഷ്യൂ ആണ്. എന്തുകൊണ്ടാണ് ഇതിന് ഇപ്പോഴും യാതൊരു മാറ്റവും വരാത്തത്? കൃത്യമായി തന്നെ നമുക്കറിയാം, RTO ആകട്ടെ, നിയമപാലകരാകട്ടെ, ഉദ്യോഗസ്ഥർ തമ്മിലും ബസ് മുതലാളിമാരും ബസ് അസോസിയേഷനുകളും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ കാശ് കൊടുത്ത് യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് എന്ത് സംരക്ഷണമാണുള്ളത്? എന്ത് നീതിയാണുള്ളത്? കാശ് കൊടുത്ത് യാത്ര ചെയ്യുന്ന യാത്രക്കാരൻ മിണ്ടാതിരിക്കും. ഇടപെട്ട് കഴിഞ്ഞാൽ അവർക്ക് ഇടയിലേക്ക് വീണ്ടും ഇവരുടെ മത്സരം, ഇവരുടെ പോർവിളികൾ ശക്തമാകുന്നു. അവരെ തെറി പറഞ്ഞ് യാത്രക്കാരുമായി സംഘടന ഉണ്ടാകുന്നു. ഇത് ഒരു സ്ഥിരം കാഴ്ചയായി മാറുന്നു. ഒരു തരത്തിലുള്ള നീതിയോ ഒരു തരത്തിലുള്ള പരിരക്ഷയോ യാത്രക്കാരന് മാത്രം ലഭിക്കുന്നില്ല. പൈസ കൊടുത്ത് യാത്ര ചെയ്യുന്നവന് യാതൊരു നീതിയുമില്ല, യാതൊരു പരിഗണനയുമില്ല. ഇന്നും തുടരുന്ന ഈ പ്രതിഭാസം, അല്ലേ? ഇന്നും തുടരുന്ന ഈ വലിയ ഒരു കാഴ്ച, സ്ഥിരം കാഴ്ച, യാതൊരു മാറ്റവുമില്ലാതെ നമ്മുടെ ജില്ലയിൽ കഴിഞ്ഞ ദിവസം പോലും കണ്ട ഒരു കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഇതോടൊപ്പം ഒരു വിഷയം കൂടി, അതായത് നമ്മളെല്ലാം അനുഭവിക്കുന്ന ഒരു വലിയ വിഷയം എന്നുള്ള നിലയ്ക്ക് കൂടി ഇത് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. പരമാവധി ഷെയർ ചെയ്യുക. എന്തായാലും ഈ മാഫിയ ബന്ധങ്ങൾക്കൊന്നും, ഇവർ തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടുകൾക്കൊന്നും ഫലമുണ്ടാകുമോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ഇത് ഓരോ പ്രാവശ്യവും കാണുന്ന വിഷ്വൽസ് വാർത്തയാക്കി പുറത്തേക്ക് വിടുക, അത് ഞങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. ഇതിലെ മറ്റൊരു വൈരുദ്ധ്യം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത് നമ്മുടെ എല്ലാം റോഡുകൾ മഹാമോശമാണ്. ഈ മോശമായ റോഡുകളിൽ ബ്ലോക്കുകൾ എത്രയോ മിനിറ്റുകൾ കിടന്നിട്ടാണ് ഓരോ ബസ്സും മുന്നോട്ട് പോകുന്നത്. ഇതിന് പുറമെയാണ് ഇവർ ഓരോ ബസ് സ്റ്റോപ്പിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് ഓടി ക്രോസ് ചെയ്ത് നിർത്തി, അല്ലെങ്കിൽ ഓവർടേക്ക് ചെയ്ത് നിർത്തി, അല്ലെങ്കിൽ പരസ്പരം തെറി വിളിച്ചുകൊണ്ട് യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്നത്. ഒന്നാമത് ബ്ലോക്കിൽ കിടന്ന് സമയം വൈകുന്ന ബസ്സുകൾ വീണ്ടും ഇത്തരത്തിൽ കൂടി ചെയ്യുന്നതോടുകൂടി ഇരട്ടി ബസ്സുകൾ ഒരേ ലൈനിൽ അടുപ്പിച്ചടുപ്പിച്ച് വരികയും ആകെ യാത്രക്കാർക്ക് മൊത്തം പ്രശ്നം ഉണ്ടാവുകയും ഇവർ എവിടെയും നിർത്താതെ മൊത്തത്തിൽ ബസ്സുകൾ മാത്രം ഇങ്ങനെ റോഡിലൂടെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുകയാണ്. ഇതിനൊക്കെ എന്താണ് പരിഹാരം എന്ന് നമുക്കറിയില്ല. എന്തായാലും ബന്ധപ്പെട്ടവർ തന്നെയാണ് ഇതിന് പരിഹാരം കാണേണ്ടത് എന്നുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു. Yeah.